പ്രൈം ടൈം ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം മൂന്നാറിൽ നിന്ന് വരുന്ന സങ്കടകരമായ വാർത്തയിലേക്കാണ്. മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവും മരിച്ചു. കന്നിമല എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മണിയാണ് മരിച്ചത്. കന്നിമല എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികളുമായി പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ മണിയെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് എറിയുകയായിരുന്നു. 2 പേർക്ക് പരുക്കേറ്റു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, മൂന്നാറിൽ നിന്ന് വീണ്ടും സങ്കട വാർത്ത വരികയാണ്. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി, പക്ഷേ ഇത്തവണ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന പരുക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന മറ്റു 2 പേർ പറയുന്നത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിധ 9:30 ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ മണി ഉൾപ്പെടെ ജോലി കഴിഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മരിച്ച മണി ഓട്ടോ ഡ്രൈവറാണ്. മണി കൂടാതെ 4 പേർ കൂടി ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നു. ഈ അപ്രതീക്ഷിതമായി റോഡിൽ നിന്ന് കാട്ടുകൊമ്പൻ ഈ ഓട്ടോ കുത്തിമറിച്ചിട്ടതിന് ശേഷം അതിലുണ്ടായിരുന്ന മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് തറയിലടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. മണി തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്ന 2 പേർക്കും ഈ സംഭവത്തിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഈ മൂന്നാറിൽ ഇതേ മേഖലയിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ ഒരു തമിഴ്നാട് സ്വദേശി മരിച്ചിരുന്നു. ആ ആന തന്നെയാണ് ഇന്നും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ആദ്യം ഒരു സംശയം. പടയപ്പയാണോ എന്നൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, മറ്റൊരു ആനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 1.5 കൊമ്പൻ എന്നു പേരുള്ള ഒരു കാട്ടാനയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 45 വയസ്സാണ് ഈ മണിക്കുണ്ടായിരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അപകടം നടന്ന് 1 മണിക്കൂർ പിന്നിടുമ്പോഴും വനം വകുപ്പ് ജീവനക്കാർ ഇതുവരെ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ള ആരോപണവും പരാതിയും ഉയരുന്നുണ്ട്. അതൊരു പ്രതിഷേധത്തിനിടയാക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ മരിച്ച മണിയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന പരിക്കേറ്റവരെയും ചികിത്സയ്ക്ക് വേണ്ടി ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും നാളെ രാവിലെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ പടയപ്പയുടെ വിളയാട്ടം. നയമക്കാട് നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്ര വാഹനവും കാട്ടാനെ ആക്രമിച്ചു. രാവിലെ ഇതേ സ്ഥലത്ത് പടയപ്പ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലാണ് പടയപ്പയുടെ പരാക്രമം. വൈകിട്ട് 5 മണിയോടെ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കും കാറും ആക്രമിച്ചു. ആനയെ കണ്ട് യാത്രക്കാർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. സംഭവ സമയം അതുവഴിയെത്തിയ ട്രാക്ടറിന് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. சும்மா அப்படியே லொக்கேஷன் தான் பார்த்துட்டு இருந்தோம். பார்த்துட்டு இருக்கும்போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துச்சு. வண்டி எடுக்கலாம் போவோம் பார்த்தோ எனக்கு கொஞ்சம் பயமாக இருந்துருச்சு. வந்தோடனே தூரம் மாறிட்டோம். வந்தோடனே வண்டியை உடச்சிருச்சு. வண்டி உடச்சி அதுக்கடுத்து ஒரு காரையும் உடச்சிருச்சு. பேக்கு பிரேக் எதுவுமே ஒர்க் ஆகலை, டிஸ்பிளே ஒர்க் ஆகலை, அப்படியே இருக்குது. രാവിലെ നയമക്കാട് എസ്റ്റേറ്റ് റോഡിലാണ് പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി 1 മണിക്കൂർ തടഞ്ഞു നിർത്തി. ആന ഇപ്പോഴും എസ്റ്റേറ്റ് മേഖലയിൽ തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയത്. 24 ഇടുക്കി. ഇനി വയനാട്ടിലേക്കാണ്. വയനാട് നിറയെ കടുവ. വയനാട് മുല്ലൻകൊള്ളിയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായി. കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിൽ നിന്നെത്തിയ WWL 127 എന്ന ആൺകടുവയാണ് വാടാനക്കവലയിലെ വനമൂലികയ്ക്കടുത്ത് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. പ്രാഥമിക പരിശോധനയ്ക്കായി കടുവയെ കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. അതിനിടെ പനവല്ലി സർവാണി കോളനിയിൽ ആടിനെ കൊന്ന കടുവയെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നാഗർഹോള വനമേഖലയിൽ നിന്ന് കേരളത്തിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടുവകളെത്തുന്നു എന്ന ജനങ്ങളുടെ പരാതി ശരിവെക്കുന്നതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. രാവിലെ 10 മണിയോടെ മുള്ളൻകൊല്ലി വാടാനക്കവലയിൽ പിടികൂടിയ കടുവ കർണാടകത്തിലേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. WWL 127 എന്ന ആൺകടുവയാണ് ഇന്ന് പിടികൂടിയത്. 2020-2021 ഇതേ കടുവ നാഗർഹോള നാഷണൽ പാർക്കിലെ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയിട്ടുള്ളതാണ്. മുള്ളൻകൊല്ലി മേഖലയിൽ കടുവശല്യം രൂക്ഷമായ പ്രദേശത്ത്
4 കൂടുകളാണ് സ്ഥാപിച്ചിരുന്നത്. കേജുകളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ കേജ് ഓരോ ഭാഗങ്ങളിലുള്ള കേജ് നോക്കാൻ പോയ സമയത്താണ് നമുക്ക് നമ്മുടെ വനമൂലിക എന്ന് പറയുന്ന സ്ഥലത്ത് വാടാനക്കവല ഭാഗത്ത് വെച്ചിരിക്കുന്ന കേജിൽ കടുവ കുടുങ്ങിയതായിട്ട് മനസ്സിലായത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് കടുവ കുടുങ്ങിയത് സ്ഥിരീകരിച്ചത്. ആ കടുവ മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കടുവയാണ്. കടുവയെ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ആനിമൽ സെറ്റിൽ ആവണം. സെറ്റിൽ ആകാനായിട്ടുള്ള ഒരു അവസരം കൊടുത്ത ശേഷം ഫർദർ എക്സാമിനേഷന് ശേഷം മാത്രമേ സെക്സ് ആൻഡ് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനിടെ ചതലയം പാമ്പ്ര എസ്റ്റേറ്റിലും കടുവയെ കണ്ടു. എസ്റ്റേറ്റിൽ കുരുമുളക് പറിക്കുന്ന കർണാടകയിൽ നിന്നുള്ള തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. കുരുമുളക് പറിക്കുന്നതിനിടെ ഏണിച്ചുവട്ടിൽ കടുവ നിൽക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. 24 വയനാട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കണ്ടപ്പച്ചാൻ ജലവൈദ്യുത പദ്ധതിക്ക് സമീപത്താണ് കൂട് സ്ഥാപിച്ചത്. 2 തവണ പ്രദേശത്ത് പുലിയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. എന്നാൽ വനം വകുപ്പ് ഇടപെടാതെ വന്നതോടെ ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ DFIയെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി പൂർത്തിയാക്കി കൂട് സ്ഥാപിച്ചത്. 3 പുലികളുടെ ദൃശ്യമാണ് CCTVയിൽ പതിഞ്ഞത്. വാർത്തകളിലേക്ക് വീണ്ടും. കളത്തിലിറങ്ങി CPI. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ CA അരുൺകുമാറും LDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്ത് LDFന് അനുകൂലമായ സാഹചര്യമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനിയില്ലെന്ന നിലപാട് തിരുത്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. 2005 ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയതിന്റെ ആത്മവിശ്വാസവും കരുത്താകും. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നും അവരുടെ കൂടെയുണ്ടായിരുന്നു, ഇനിയും അവരുടെ കൂടെയുണ്ടായിരിക്കും എന്നും എന്ന കാര്യം ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഒന്നുകൂടി ഉറപ്പു കൊടുക്കുന്നു. തൃശൂർ തിരികെ പിടിക്കാൻ തനി തൃശൂർകാരനായ VS സുനിൽകുമാറിനെയാണ് പാർട്ടി നിയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിയാത്ത ചരിത്രമാണ് VS സുനിൽകുമാറിന്റേത്. സുനിൽകുമാറിന്റെ ജനകീയ അടിത്തറയും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കരുത്തെളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള മുന്നണിയാണ് LDFന്റെ മുന്നണി. മാവേലിക്കരയിൽ യുവനേതാവായ CA അരുൺകുമാറിനെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. മന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ CA അരുൺകുമാർ AISF, AIYF എന്നീ സംഘടനകളിലൂടെ നേതൃപാടവം തെളിയിച്ചയാളാണ്. മാവേലിക്കരയിലെ പൊതുസമൂഹം നല്ല പ്രതികരണമായിരിക്കും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ആനി രാജ. മണിപ്പൂരിലടക്കം വസ്തുതാന്വേഷണത്തിൽ അംഗമായ ആനി രാജ പാർട്ടിയുടെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ല ഞാൻ തന്നെ എന്തെങ്കിലും വിപ്ലവം പ്രവർത്തിക്കും, അത് സാധ്യമല്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കുന്നതിനും ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെയുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. കടലാസിലെ കരുത്തർ കളത്തിൽ എങ്ങനെ പോരടിക്കുമെന്ന കാത്തിരിപ്പാണ് ഇനി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPIക്ക് ലഭിച്ച 4 സീറ്റുകളിലും കരുത്തരെ രംഗത്തിറക്കിയിരിക്കുകയാണ് പാർട്ടി. ദേശീയ നേതാവെങ്കിലും ആനി രാജ തിരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണ്. അരുൺകുമാറും ആദ്യമായാണ് മത്സരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവർക്ക് തിരഞ്ഞെടുപ്പ് പുതുഗോതയല്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനിയില്ലെന്ന നിലപാട് തിരുത്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരൻ. 2005 ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയതിന്റെ ആത്മവിശ്വാസവും കരുത്താകും. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നും അവരുടെ കൂടെയുണ്ടായിരുന്നു, ഇനിയും അവരുടെ കൂടെയുണ്ടായിരിക്കും എന്നും എന്ന കാര്യം ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഒന്നുകൂടി ഉറപ്പു കൊടുക്കുന്നു. അവരുടെ കൂടെ അവരിൽ ഒരാളായി ഞാനുമുണ്ടാകും. തൃശൂർ തിരികെ പിടിക്കാൻ തനി തൃശൂർകാരനായ VS സുനിൽകുമാറിനെയാണ് പാർട്ടി നിയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിയാത്ത ചരിത്രമാണ് VS സുനിൽകുമാറിന്റേത്. സുനിൽകുമാറിന്റെ ജനകീയ അടിത്തറയും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ
എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കരുത്തെളിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളും MLA-മാർ LDF MLA-മാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള മുന്നണിയാണ് LDF-ന്റെ മുന്നണി. മാവേലിക്കരയിൽ യുവനേതാവായ CA അരുൺകുമാറിനെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. മന്ത്രി P. പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ CA അരുൺകുമാർ AISF, AIYF എന്നീ സംഘടനകളിലൂടെ നേതൃപാടവം തെളിയിച്ചയാളാണ്. മാവേലിക്കരയിലെ പൊതുസമൂഹം നല്ല പ്രതികരണമായിരിക്കും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കകളുമില്ല. ഞങ്ങൾ കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മാവേലിക്കരയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ആനി രാജ. മണിപ്പൂരിലടക്കം വസ്തുതാന്വേഷണത്തിൽ അംഗമായ ആനി രാജ പാർട്ടിയുടെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ല ഞാൻ തന്നെ എന്തെങ്കിലും വിപ്ലവം പ്രവർത്തിക്കും, അത് സാധ്യമല്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കുന്നതിനും ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെയുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. കടലാസിലെ കരുത്തർ കളത്തിൽ എങ്ങനെ പോരടിക്കുമെന്ന കാത്തിരിപ്പാണ് ഇനി. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകില്ല. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അസൗകര്യം കണക്കിലെടുത്ത് പ്രഖ്യാപനം മറ്റന്നാളത്തേക്ക് മാറ്റി. ലീഗ് നേതാക്കൾ നാളെ പാണക്കാടെത്തി കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ തങ്ങളെ ധരിപ്പിക്കും. പാണക്കാട് സാദിഖ് അലി തങ്ങൾ വിദേശത്തായതിനാൽ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണകൾ പൂർണ്ണമായും തങ്ങളെ ധരിപ്പിക്കാനായിരുന്നില്ല. ഇന്ന് രാത്രിയിൽ തങ്ങൾ മടങ്ങിയെത്തും. ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ തങ്ങളെ നാളെ നേതാക്കൾ അറിയിക്കും. മറ്റന്നാൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പ്രഖ്യാപനവും നടത്താനാണ് തീരുമാനം. സാദിഖ് അലി തങ്ങളുടെ അസൗകര്യമാണ് മാറ്റത്തിന് കാരണമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. പൊന്നാനി MP E.T. മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കണോ പുതുതായി ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് നാളത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിയതെന്നാണ് സൂചന. 24 മലപ്പുറം. KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ സിറ്റിംഗ് MP കൂടിയായി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കണമോ എന്നാണ് താൽപര്യമെന്ന് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ പരമാവധി നേട്ടം. സംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അതിന് സാധിക്കില്ല. പരിഹാരമെന്ത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന K. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീളുകയാണ്. K. സുധാകരൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ തയ്യാറെടുക്കാൻ സുധാകരനോട് ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടു. താൽപര്യമില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാമെന്നാണ് സുധാകരൻ നൽകിയിരിക്കുന്ന സൂചന. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ സുധാകരൻ ഇപ്പോൾ തയ്യാറല്ല. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. K. സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാനമായി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ രണ്ട് പക്ഷമാണുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തന്നെ ഇത്തവണ മത്സരിക്കണമെന്ന് അഭിപ്രായമറിയിച്ച് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. അമേഠിയിൽ താൽപര്യമില്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ താൽപര്യം. ഇക്കാര്യത്തിലെ നിലപാട് ഉടൻ അറിയിക്കാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം SP-ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കണമെന്ന് സമാജ്വാദി പാർട്ടി. BJP-ക്കെതിരെ പോരാട്ടം കടുപ്പിക്കുന്നതിനാണ് നീക്കം. ആവശ്യം പരിഗണിക്കാമെന്നാണ് കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് മറുപടി നൽകിയത്. മൂന്നാം തവണയും അധികാരത്തിലേക്ക് മടങ്ങാനുള്ള BJP-യുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഉത്തരേന്ത്യയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയ വിജയം പാർട്ടി പ്രതീക്ഷിക്കുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളാണ് BJP-ക്ക് പ്രതീക്ഷ നൽകുന്നത്. BJP-യുടെ ഈ അമിതാത്മവിശ്വാസം തങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ഗുണമാകുമെന്നാണ് ഇന്ത്യ ഘടകകക്ഷികളുടെ വിശ്വാസം. സമാജ്വാദി പാർട്ടി, RJD, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ തന്ത്രങ്ങളുടെ അടിസ്ഥാനവും ഇതുതന്നെ. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉത്തർപ്രദേശിൽ നിന്ന് വേണമെന്ന ആവശ്യവും SP ഉന്നയിച്ചിട്ടുണ്ട്. അമേഠിയിൽ തയ്യാറല്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള SP-യുടെ നിർദ്ദേശം. കോൺഗ്രസ് ആകട്ടെ മുമ്പത്തെ പോലെ മുൻവിധിയോടെയല്ല രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ പോരാട്ടത്തെ വിലയിരുത്തുന്നതും.
രാഹുൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം AICC ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം രാഹുൽ ഇത്തവണ ഒരു സീറ്റിൽ മാത്രമേ ലോക്സഭയിലേക്ക് മത്സരിക്കൂ എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ധാരണ. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. RSS വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നതെന്നും ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനിടയില്ല. ആ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. ഞാൻ പറയും, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ വിവേകത്തെയാണത് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് എപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആദരവുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ പറ്റിയുള്ള ബോധ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രഖ്യാപിക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V. മുരളീധരനും സ്ഥാനാർത്ഥികളാകും. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. ഒട്ടനവധി പേരുകൾ പരിഗണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V. മുരളീധരൻ, പാലക്കാട് C. കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി എന്നിവരാണ് പട്ടികയിൽ. പത്തനംതിട്ടയിലാവട്ടെ PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. എന്നാൽ PC ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന BDJS തീരുമാനം BJP ദേശീയ നേതൃത്വം മുഖവിലക്കെടുക്കാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിനാണ് പ്രഥമ പരിഗണന. വടകരയിൽ MT രമേശ്, ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത്, ആലത്തൂരിൽ ഷാജിമോൻ വട്ടേക്കാട്, കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C. രഘുനാഥ്, KP പ്രകാശ് ബാബു, പൊന്നാനി പ്രഫുൽകൃഷ്ണൻ, എറണാകുളത്ത് അനിൽ ആന്റണി, വിനീത ഹരിഹരൻ, TP സിന്ധുമോൾ, കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, PB ഗോപകുമാർ എന്നിവരാണ് പട്ടികയിൽ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്ററി ബോഡി യോഗത്തിനു ശേഷം ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും. ഒരുപാട് മാറ്റം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാൻ കേരളത്തിൽ നിന്ന് MPമാര് NDAക്കുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NDA നേതാക്കൾ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJPയുമായി ലയിക്കും. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് NK പ്രേമചന്ദ്രൻ MP. ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നയാളാണ് പ്രധാനമന്ത്രി. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ആലപ്പുഴ KSFE ഓഫീസിൽ യുവതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. കളക്ഷൻ ഏജന്റ് മായാദേവിക്കാണ് പരുക്കേറ്റത്. സംഭവത്തിൽ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ പോലീസ് പിടികൂടി. ഇന്ന് ഉച്ചയോടെയാണ് തിരക്കേറിയ KSFE കടക്കോട് ശാഖയിൽ വെച്ച് യുവതിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ താമസിക്കുന്ന മായയ്ക്കാണ് സഹോദരി ഭർത്താവ് സുരേഷിന്റെ അതിക്രമം നേരിടേണ്ടി വന്നത്. കളക്ഷൻ ഏജന്റായ മായ പണമടക്കാനായാണ് ശാഖയിലെത്തിയത്. മറ്റ് ജീവനക്കാരുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പിറകിൽ നിന്ന് വന്ന സുരേഷ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഊരി മായയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടുകയായിരുന്നു. മായ തെന്നി മാറിയതിനാൽ തോളിനാണ് മുറിവേറ്റത്.
സുരേഷിന്റെ ഭാര്യ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നു. മായ പറഞ്ഞതനുസരിച്ചാണ് സഹോദരി പരാതി നൽകിയതെന്ന ധാരണയിലാണ് മായയ്ക്ക് നേരെയുള്ള ആക്രമണം. കഴിഞ്ഞ ഡിസംബർ 22-ന് ജയിലിലായ ഇയാൾ 2 ദിവസം മുമ്പാണ് മോചിതനായത്. കള്ളക്കേസ് നൽകിയതിലെ വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. സൗത്ത് പോലീസ് വധശ്രമത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മായയെ ഇയാൾ വെട്ടുന്നത് കണ്ട് ഓടിയെടുത്ത സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മാനേജർ ചന്ദ്രബാബുവിന്റെ സംയോജിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. മാനേജർ അമീൻ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർ മായയെ ആശുപത്രിയിലെത്തിച്ചു. ചന്ദ്രബാബു മറ്റുള്ളവരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി സൗത്ത് പോലീസിന് കൈമാറുകയായിരുന്നു. 24 ആലപ്പുഴ. വീണ്ടും കോഴക്കഥകൾ. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. CMRLന് കീഴിലുള്ള KREML കമ്പനിക്ക് പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ആരോപണം ചീറ്റിപ്പോയ പടക്കമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. CMRLന്റെ ഉപകമ്പനിയായ KREML ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ 20 വർഷമായി 66 ഏക്കർ ഭൂമി കൈവശം വച്ചിരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. 2021 മുതൽ 3 തവണ കമ്പനിയുടെ അപേക്ഷകൾ ജില്ലാതല സമിതിയും തുടർന്ന് റവന്യൂ വകുപ്പും തള്ളി. പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നത്. ഇതിനായി സ്വന്തം വകുപ്പ് അല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി യോഗം വിളിച്ചു. തുടർന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു. ഇതോടെ ജില്ലാ സമിതിക്ക് മുമ്പാകെ കമ്പനി വീണ്ടും അപേക്ഷ നൽകി. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ 2022 ജൂണിൽ സമിതി അംഗീകാരവും നൽകി. എന്നാൽ കേസുള്ളതിനാൽ അനുമതി നൽകാൻ കഴിയില്ല എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട്. ഇതോടെ കമ്പനിക്ക് കോടതിയിൽ പോകാനുള്ള വഴി തുറന്നെന്നും ജില്ലാതല സമിതി അനുമതി നൽകിയതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി CMRL നൽകിയ 135 കോടിയിൽ സിംഹഭാഗവും ലഭിച്ചത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങിയത് 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ആസ് പെർ ദ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ്. വിവാദ കമ്പനിക്ക് മൈനിംഗ് ലീസ് നൽകിയത് 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് മന്ത്രി P. രാജീവ് തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി യോഗം വിളിച്ചത് പൊതുവായ കാര്യങ്ങൾക്കെന്ന് അന്നേ വ്യക്തമാക്കിയതാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണലെടുത്ത് CMRLന് നൽകുന്നുവെന്ന ആരോപണം നേരത്തെ ചീറ്റിപ്പോയതാണ്. കൈവശം വെക്കാവുന്നതിനേക്കാൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ UDFന്റെ MLA ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ LDFനെതിരെ അസംബന്ധവുമായി വരികയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് KSIDC ചെയ്യേണ്ടിയിരുന്നതെന്ന് ഹൈക്കോടതി. KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. സത്യം കണ്ടെത്താനാണ് ശ്രമമെന്ന് KSIDCയോട് ഹൈക്കോടതി പറഞ്ഞു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും കോടതി ചോദിച്ചു. KSIDCക്ക് CMRLന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെങ്കിൽ അക്കാര്യം CMRL കോടതിയെ അറിയിക്കട്ടെ എന്നും വ്യക്തമാക്കി. ഹർജി അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. 2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ ഏറ്റുവാങ്ങി. ദൃശ്യമാധ്യമ രംഗത്തെ പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് സമ്മാനിച്ചു. കഴക്കൂട്ടൻ MLA കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ പേരിലുള്ള പുരസ്കാരം സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ സിനിമാ രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങി. JC ഡാനിയലിന്റെ 124ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങ് കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെയ്യാറ്റിൻകര മേയർ TK രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് TV ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന് സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗോകുലം ഗോപാലൻ. ഒരു അവാർഡ് എനിക്ക് നിങ്ങൾ തന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കലാകാരനാണെങ്കിലും പക്ഷേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്, ഉത്തരവാദിത്തമാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഞാൻ കാണുകയാണ്. ദൃശ്യമാധ്യമ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് മാധ്യമ പുരസ്കാരം നൽകി ആദരിച്ചു. JC ഡാനിയൽ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് വളരെ വിലപ്പെട്ടതാണ്.
അത് മലയാള സിനിമയെയും ടെലിവിഷനെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മലയാള സിനിമയുടെ പിതാവായ ഡാനിയൽ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത്രമേൽ വിലപ്പെട്ടതാണ്. ജീവകാരുണ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ മാനേജിംഗ് ട്രസ്റ്റ് പുനലൂർ സോമരാജന് നൽകി. സിനിമാ മേഖലയിൽ നിന്നും ശ്രീലത നമ്പൂതിരി, ദിനേശ് പണിക്കർ, MR ഗോപകുമാർ, അപർണ രാജീവ്, ജയരാജ് ഹരിശ്രീ, ജയൻ തൊടുപുഴ, സംഗീത സംവിധായകൻ സ്റ്റിൽജു അർജുൻ, ക്യാമറാമാൻ ജോബി മാത്യു, എഴുത്തുകാരൻ നന്ദകുമാർ തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 24 തിരുവനന്തപുരം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.